إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين സ്നേഹമുള്ള വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യാർഹമായ ദിനരാത്രങ്ങളെല്ലാം അവസാനിച്ച് ആ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയ ഊർജവും വിശ്വാസ ദൃഢതയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് കർമ്മ നൈരന്തര്യം തീർക്കാൻ നമുക്കേവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ ഗൗരവപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ ഏറെ ഗൗരവത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാം ധാരാളമായി ചർച്ച ചെയ്ത, സോഷ്യൽ മീഡിയകളടക്കം ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ട, ഒരു വിശ്വാസിയെ ബാധിക്കുന്ന, സമുദായത്തെ ബാധിക്കുന്ന അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, അതല്ലെങ്കിൽ കുറേ വർഷങ്ങളായി തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് വിശ്വാസത്തിൻ്റെ, ആത്മീയതയുടെ മുഖമൂടി ധരിച്ചിട്ടുള്ള പല ആളുകളും വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും പേരിൽ തന്നെ പലവിധ അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. വീട്ടിൽ തന്നെയുള്ള പ്രസവം തുടങ്ങി പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി പലവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച്, അതോടൊപ്പം തന്നെ കൊടിമരങ്ങൾ സംവിധാനിച്ച് അതിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരെ നമ്മൾ കണ്ടു. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശം വളരെ കൃത്യമായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, പണ്ഡിതന്മാരെന്നും പുരോഹിതന്മാരെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് തന്നെ പരാമർശിക്കുകയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ലയഅഖുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അനർഹമായ മാർഗത്തിലൂടെ, ബാത്തിലായി കൊണ്ട് മനുഷ്യരുടെ, പൊതുജനങ്ങളുടെ സമ്പത്ത് ഭുജിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കൃത്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ. ചില പണ്ഡിതന്മാർ, ചില പുരോഹിതന്മാർ നിങ്ങളുടെ സമ്പത്തിനെ അനർഹമായി ഭുജിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അങ്ങനെ സമ്പത്തിനെ അനർഹമായി ഭുജിക്കുന്നതിന് വേണ്ടി വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അവർ ദൈവമാർഗത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിശ്വാസികളെ വഴി തെറ്റിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് വഴി തെറ്റിക്കാതെ ചൂഷണം നടക്കില്ല. അതേറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ഇത്രമേൽ ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് മറ്റൊന്നുമല്ല, അത് പൊതുജനങ്ങൾ, വിശ്വാസികൾ, നമ്മൾ അടങ്ങുന്നവർ പലപ്പോഴും ദീനിനെ ശരിക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. ദീൻ അറിയാതിരിക്കുമ്പോൾ, ഖുർആനിന്റെ ആശയം അറിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ചില പണ്ഡിതന്മാർ, ചില പുരോഹിതന്മാർ പറയുന്നത് അതുപോലെ വിശ്വസിച്ച് അനുഷ്ഠിക്കേണ്ട അവസ്ഥ ഒരു മനുഷ്യന് വരികയാണ്. ഖുർആൻ പഠിക്കുക, അതിന്റെ യാഥാർത്ഥ്യം, യഥാർത്ഥ ആശയം മനസ്സിലാക്കുക എന്നുള്ളതാണ് സമ്പൂർണമായ ചൂഷണങ്ങൾക്കുള്ള പരിഹാരം. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കുമ്പോൾ ചില പണ്ഡിതന്മാർ എന്ന മുഖമൂടി ധരിച്ചിട്ടുള്ള ചിലരൊക്കെ പറയുന്നത് സാധാരണക്കാർക്ക് ഇസ്ലാം അതല്ലെങ്കിൽ ഖുർആൻ സമ്പൂർണ്ണമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പുതിയ വാദം. പൂർണ്ണമായിട്ടും ഒരു സാധാരണക്കാരന് ഖുർആൻ സമ്പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് പറയും. പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. ജനങ്ങൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു അന്ധവിശ്വാസവും ഒരു ചൂഷണവും സമൂഹത്തിൽ ഉണ്ടാവില്ല, ഒരു സംശയമല്ല. ഇത് ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്. സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ അത് ഖുർആനിന്റെ ആശയം കൃത്യമായി ഉൾക്കൊള്ളാത്തതാണ്. എന്ന് വെച്ചാൽ വികലമായ ആശയങ്ങൾ മാത്രം നമ്മൾ കേൾക്കുകയും അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ മാത്രം നമ്മൾ അവലംബിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളിൽ പെട്ടുപോകുന്നത് എന്ന് ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത് ഏറെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. രണ്ടാമതായിക്കൊണ്ട് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അവധിക്കാലമാണ്. നമുക്ക് ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മുടെ മക്കളൊക്കെ വീടുകളിൽ ധാരാളമായിക്കൊണ്ട് സമയം അവർക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ സമയം, അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകൾക്കും വെക്കേഷനിൽ ജോലിയൊന്നും ലീവ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ അവധിക്കാലത്തെ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, 2 അനുഗ്രഹങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിലൊന്ന് സിഹത്താണ്. സിഹത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. 2 ഫറാഹ് എന്നാണ്, ഒഴിവു സമയമാണ്. ഇത് രണ്ടും ഒരു മനുഷ്യന് ഏറെ വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 അനുഗ്രഹങ്ങളാണ്. അത് രണ്ടാമത്തെ അനുഗ്രഹം ഒഴിവു സമയം എന്നുള്ളത്, അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ സാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും അയാൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. ദുനിയാവിൽ വിജയിക്കാനും ആഖിറത്തിൽ വിജയിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവനവന്റെ സിഹത്തിനെയും ആരോഗ്യത്തെയും ഫറാഹിനെയും അഥവാ ഒഴിവു സമയത്തെയും കൃത്യമായി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. എന്നാലോ ഇതേ അനുഗ്രഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ഇതേ അനുഗ്രഹങ്ങളിലാണ് ധാരാളം മനുഷ്യർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അധികം ആളുകളും അശ്രദ്ധരായി പോകുന്നതും ഈ അനുഗ്രഹത്തെ തൊട്ടാണ്. അതുകൊണ്ട് ആ ഒഴിവു സമയത്തെ വളരെ കൃത്യമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ഷെഡ്യൂൾഡ് ആയി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നന്മയുടെ മാർഗത്തിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വെറുതെ ചടഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. ആലോചിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ഫഇദാ ഫറഗ്ത ഫൻസബ്ന, ഫഇദാ ഫറഗ്ത ഫൻസബ്, ആകയാൽ ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക എന്നുള്ളത്. ആ വാക്കൊന്ന് ആലോചിച്ചു നിങ്ങൾ. ഒഴിവ് കിട്ടിയാൽ അധ്വാനിക്കുക. ഒരു മനുഷ്യൻ ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താൽ പിന്നെ അത് ഒഴിവ് സമയം ആകുന്നില്ലല്ലോ. പിന്നെ അത് ഒഴിവ് സമയമല്ല, പിന്നെ അയാൾ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ് ചടഞ്ഞ് വീട്ടിൽ അങ്ങനെ ഇരിക്കുക, ഒരു പണിയില്ലാതെ ഇരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും പാടില്ലാത്തതാണ്. അയാൾ എപ്പോഴും സദാസമയം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി ഒരേ സമയം സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം ഒരു വിശ്വാസി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ. പല സംഗതികളും ആലോചിച്ച് നോക്കൂ. പുതിയ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ടു. അവധിക്കാലത്തിന്റെ 1ാമത്തെ ആഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അവര് 2-3 സ്കൂളുകളിലുള്ള കുട്ടികളാണ്. അവർ ഒരുമിച്ച് ചേർന്നിട്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായ ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നതിന്റെ ബിസിനസ് സ്ട്രാറ്റജികളെ കുറിച്ച് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പിടിച്ചു നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശത്ത് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളുടെ ഒഴിവു സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ
അത് നമ്മൾ തന്നെ ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് കൊടുക്കാൻ, നന്മയുടെ ആളുകളുടെ കൂടെ അവരെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഏറെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അവരെ ഈ അവധിക്കാല സമയത്ത് ദീന് കൃത്യമായി പഠിപ്പിക്കാനുള്ള, അത് അവർക്ക് ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമ്മൾ നേടിക്കൊടുക്കുക എന്നുള്ളത്. 2 മാസം കൊണ്ട് നമ്മൾ 1 മാസം തുടർച്ചയായി നോമ്പെടുത്തു, ആ ഈമാനികമായ ഊർജ്ജമെല്ലാം ഉൾക്കൊണ്ട് നമ്മളും നമ്മുടെ മക്കളും ഒക്കെ ആ ഒരു വഴിയിൽ ഇങ്ങനെ വന്നു. ഈ ഒരു 2 മാസക്കാലം കൊണ്ട് ഇത് സമ്പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വളരെ കൃത്യമായി കൊണ്ട് ദീനിയായ, അതല്ലെങ്കിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളിലേക്ക്, അതല്ലെങ്കിൽ സംഘങ്ങളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അടുത്തതായിക്കൊണ്ട് ഏറെ ഗൗരവത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകൾ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇസ്ലാമിനെ കുറിച്ച് ധാരാളം ആളുകൾ പല കാലങ്ങളിലായിക്കൊണ്ട് നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു അടിത്തറയുമില്ലാത്ത, ഒരു അടിസ്ഥാനവുമില്ലാത്ത വിമർശനങ്ങൾ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളും ഒക്കെ ആയിക്കൊണ്ട് നിരന്തരം വരുന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലാണ് കേരളത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ സാരഥി നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ചില ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ അതിൽ അല്പം കടന്നുപോയി എങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മുടെ നിലപാട് ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ അമുസ്ലിങ്ങൾ, അതല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഭയപ്പാടോടുകൂടെയാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറയുകയുണ്ടായി. നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിനെ കുറിച്ചും അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി പറയാൻ നിയ്യത്ത് വെച്ചിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മലപ്പുറത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും മലപ്പുറത്ത് വന്ന് താമസിച്ചതിനെ കുറിച്ച് പറയാം. അതല്ലെങ്കിൽ ഒരാഴ്ച മലപ്പുറത്ത് താമസിച്ച ഒരാളെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ച് പറയാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു അടിത്തറയും അടിസ്ഥാനവും ഇല്ലാത്ത ആശയങ്ങൾ, അത് ഏറെ സന്തോഷം തോന്നുന്ന കാര്യം അറിയോ. ഇങ്ങനെ ഒരു വിമർശനം വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചു തുടങ്ങിയത് മലപ്പുറം ജില്ലയിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന, വർഷങ്ങളായിട്ട് സ്നേഹത്തോടെയും ഒരുമയോടെയും ജീവിക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ധാരാളമായി കൊണ്ട് അത് പ്രതികരിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ദിവസങ്ങളിലോ തുടങ്ങിയതല്ല. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു ഏടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക. വളരെ ആരോഗ്യകരമായി കൊണ്ട് തന്നെ പ്രതികരിക്കാൻ അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ആശയം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ധാരാളമായി കൊണ്ട് താമസിക്കുന്ന, ജീവിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ പോലും നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അവനെ ഇസ്ലാമിക ആശയങ്ങൾ അതിന്റെ വക്താവാക്കി മാറ്റാനോ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരു നിർബന്ധങ്ങളുമില്ല ഇസ്ലാമിൽ, ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യവുമില്ല എന്നുള്ളതും ഖുർആൻ ഏറെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകോപിതരാകുന്നതിന് പകരം വളരെ ബൗദ്ധികമായി അതോടൊപ്പം തന്നെ വിവേകത്തോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സംയമനം പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ദീൻ അറിഞ്ഞു മനസ്സിലാക്കി ജീവിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ധാരാളമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കുറേ വിഷയങ്ങൾ, വഖഫുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ, പോരാട്ടങ്ങൾ എന്ന് പറയേണ്ട വിധം സോഷ്യൽ മീഡിയകളിലും പത്രമാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലും അങ്ങാടിയിലും അടുക്കളയിലും വരെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സാങ്കേതികമായ കുറേ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഉണ്ട്. അതിവിടെ പറയേണ്ടതുമല്ല. പക്ഷേ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. വിശ്വാസികളാണോ അവർ പരീക്ഷിക്കപ്പെടും. അത് പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും, പല കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണങ്ങൾ നേരിടാത്ത വിശ്വാസികൾ വളരെ കുറവായി. അത് സമൂഹത്തിൽ നമ്മൾ
ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ എത്രയോ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച സമൂഹം പലരും നമുക്കറിയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി ഇല്ല എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ വചനം, വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നവർ. വലനബ്ലുവന്നക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏത് കാര്യത്തിൽ? ബിശൈഇൻ മിനൽ ഖൗഫ്, ഒരൽപ്പം ഭയം നൽകിക്കൊണ്ട്. ഭയം എന്നുള്ളത് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ, അതല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തെ ഭയം കൊണ്ട് പരീക്ഷിക്കും. മാത്രമല്ല വൽ ജൂ എന്ന് പറഞ്ഞാൽ വിശപ്പ്, പട്ടിണി. പട്ടിണി മാത്രമല്ല, വനഖ്സി മിനൽ അംവാൽ, സമ്പത്ത്, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. വൽ അൻഫുസ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും അടുത്തവരുടെ മരണം, വിയോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാം. വസമറാത്ത്, ഫലങ്ങളെ കൊണ്ട്, റിസ്ക് കൊണ്ട് എല്ലാം പരീക്ഷിക്കപ്പെടും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഖുർആൻ ഒരൊറ്റ വചനത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരു വിശ്വാസി പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫലസ്തീനിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരേ സമയത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരേ സമയത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖൗഫ്, ഖുർആൻ പറഞ്ഞത് കുറച്ചൊക്കെ ഭയം തന്നുകൊണ്ടാണ്. പക്ഷേ ഭയത്തിനിടയിലാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല വൽ ജൂ, വിശപ്പ് സഹിക്കേണ്ടി വരുന്നു. വനഖ്സി മിനൽ അംവാൽ, സമ്പത്ത് സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥ. വൽ അൻഫുസ്, ഏറ്റവും ഉറ്റവരും ഉടയവരും മരിച്ചു പോകുന്ന സാഹചര്യം. വസമറാത്ത്, ഒരു വിഭവങ്ങളും ഇല്ലാത്ത അവസ്ഥ. ഇതെല്ലാം കൊണ്ടും ഒരു സമയത്ത് പരീക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും. എന്തുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു? അത് ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞതാണ്. എന്താണത്? വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ. അതുകൊണ്ട് ഇത്തരം കാരണങ്ങൾ കൊണ്ടെല്ലാം പരീക്ഷിക്കപ്പെടും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ആ ക്ഷമയോടുകൂടെ, എന്നാൽ ഒന്നും പ്രതികരിക്കാതെ, ഒരു പ്രതികരണങ്ങളും വേണ്ട, ക്ഷമയോടുകൂടെ നാളെ കാണാൻ പടച്ചോന്റെ അടുത്ത് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം അല്ല പറയുന്നത്. പ്രതിരോധിക്കേണ്ടിടത്ത് പ്രതിരോധിക്കുകയും അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് അഭിപ്രായങ്ങൾ പറയുകയും. എന്നാൽ ആ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട് പോകുന്ന ആളുകളിൽ നമ്മൾ പെടാൻ പാടില്ല എന്ന് ഖുർആൻ പറയാൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ കൈകൊണ്ട്, നാഥനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കേണ്ട ഇടങ്ങളിൽ പ്രതിരോധിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അല്ലാഹു ഏതൊരു മനുഷ്യന്റെയും ഏതൊരു സമൂഹത്തിന്റെയും പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ നിബന്ധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അള്ളാന്റെ സഹായം ഒരു സമൂഹത്തിന് ഇറങ്ങണമെങ്കിൽ ആ സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവർക്ക് സാധിക്കണം എന്നുള്ളതാണ്. ജീവിതം കൊണ്ട് എല്ലാ ആഭാസങ്ങളും തോന്നിവാസങ്ങളും ജീവിതത്തിൽ കൊണ്ടിറക്കാൻ, എന്നിട്ട് പടച്ചോന്റെ പരീക്ഷണങ്ങൾ നേടുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ സ്റ്റാറ്റസും സ്റ്റോറിയുമായി കൊണ്ട് പിന്നെ പ്രതിഷേധം നടത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ദീൻ നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി നമ്മൾ കൃത്യമായി കൊണ്ട് പാലിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ അവർ പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തമാവുകയും വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണെങ്കിലും പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിയായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദുനിയാവിലെ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനെല്ലാം പരിഹാരം ദീൻ അനുസരിച്ച് ജീവിക്കുക, ദീൻ പഠിക്കുക എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദീൻ അറിയാത്തത് കൊണ്ടാണ്, ഒരു സംശയമല്ല. ഏതൊക്കെ മനുഷ്യർ ഏതൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കാലെടുത്ത് വച്ചിട്ടുണ്ടോ അതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ആശയം സമ്പൂർണ്ണമായി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്തൊക്കെ തിന്മകളിൽ ആളുകൾ മുഴുകുന്നുണ്ടോ, ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി, ലഹരിയുടെ, മറ്റ് ആഭാസങ്ങളുടെ, ലൈംഗിക അരാജകത്വങ്ങളുടെ എന്തൊക്കെ തിന്മ എടുത്ത് പരിശോധിച്ചാലും ഇസ്ലാം എന്ത് നിർദ്ദേശം അതിൽ വച്ചു എന്നുള്ളതൊന്ന് പഠിച്ചു. അതിന്റെ ആരംഭത്തിൽ മുളയിലെ നുള്ളാൻ കഴിയുന്ന പരിഹാരങ്ങളായിരിക്കും അത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഭാവിയും ഭൂതവും അറിയുന്നവനാണ് ആ നിയമങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ശാസ്ത്രത്തിന് ചിലപ്പോൾ തെറ്റുപറ്റിക്കൊള്ളുന്നില്ല, പക്ഷേ ശാസ്ത്രജ്ഞർക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയേക്കാം. അതുകൊണ്ട് ശാസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട സാഹചര്യം പല കാലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ഇത് ഏറെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച്, പ്രവാചക നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒരുവിധ ചൂഷണങ്ങളിലോ ആഭാസങ്ങളിലോ തോന്നിവാസങ്ങളിലോ അരാജകത്വങ്ങളിലോ അധാർമികതയിലോ ഒരു മനുഷ്യൻ പെട്ടുപോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദീനിനെ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരന്തരം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങൾക്കും ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം രോഗങ്ങളും അസുഖങ്ങളും കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അസുഖങ്ങളും എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം പ്രതിസന്ധികൾ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ അനുഭവിക്കുന്ന, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന വിശ്വാസി സമൂഹമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ പോലുള്ള
അതുപോലുള്ള പ്രദേശങ്ങളിൽ നിരന്തരം ദുരിതം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സുരക്ഷിതമായ സാമൂഹികാവസ്ഥ നൽകി സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടങ്ങളിൽ മരിച്ചു വീഴുന്നവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين.